സോ ലാസ്റ്റ് നമ്മൾ കണ്ടത് ഹിയോ ദാരിയെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നതാണ്. ഇവള് ഇപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അതേസമയം തന്നെ വു ആണെങ്കിൽ ഇപ്പൊ ദാരിയുടെ അമ്മയുടെ അടുത്താണ് ഉള്ളത്. പക്ഷെ അവരുടെ റൂമിലുള്ള ബാക്കിയുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഇത് ഇവരുടെ മരുമകനാണ് എന്ന രീതിയിൽ നിങ്ങളുടെ മരുമകന് എന്തൊരു സ്നേഹമാണ്, നിങ്ങളുടെ മരുമകൻ എന്തൊരു കെയറിംഗ് ആണ്, എന്തൊരു സുന്ദരനാണ്, ഞങ്ങളുടെ മക്കൾ ഇതുവരെ കല്യാണം പോലും കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല, എനിക്ക് നിന്നോട് അസൂയ തോന്നാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഞാനും ഇവൻ എന്റെ മരുമകനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. പക്ഷെ എന്റെ മകളുടെ ഫ്രണ്ടാണ് ഇവൻ, ഏറ്റവും നല്ലൊരു കുട്ടിയാ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇവനോട് അല്ല ദാരി ജോലി കഴിഞ്ഞ് ഇറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴാണ് ഹിയു ആ ഒരു കോള് എടുക്കാതെ കട്ടാക്കി കളയുന്നത്. അതിനുശേഷം ഒരുപാട് സമയങ്ങൾക്ക് ശേഷമാണ് ഇവൾക്ക് ബോധവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഹിയും ഇവളോട് നീ എഴുന്നേറ്റോ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇവള് നമ്മള് ഹോസ്പിറ്റലിലാണല്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല ആശ്വാസമുണ്ട്, ഞാൻ വീണ്ടും നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തിയല്ലേ, ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾ പൊക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് പറഞ്ഞ് ഇവരെ ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോകുമ്പോൾ ഹിയോ സമ്മതിക്കുന്നില്ല. എന്തായാലും നിനക്കൊന്ന് വീട്ടിൽ പോകാൻ പറ്റില്ല, ഇന്ന് ഇവിടെ കിടന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഇവളെ ഒരു റൂമിലേക്ക് കൂടിക്കൊണ്ട് വരികയാണ്. ഡോക്ടർ ഇന്ന് ഇവിടുന്ന് പോകാൻ പറ്റില്ലെന്നാ പറഞ്ഞത്, അതുകൊണ്ട് തൽക്കാലം നീ ഇവിടെ കിടക്ക് എന്ന് പറയുമ്പോൾ ഇവള് ഇവിടുത്തെ ഹോസ്പിറ്റൽ ബില്ലും കാര്യങ്ങളൊക്കെ ഒരുപാട് ആവില്ലേ, മാത്രമല്ല ഇവിടെ ചെറിയ റൂമൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹിയോ പറയുന്നത് തൽക്കാലം ഇവിടെ ഈ റൂം മാത്രമേ ഉള്ളൂ, പിന്നെ എത്ര ദിവസം ഇവിടെ കിടക്കണമെന്നാലും ഞാൻ തന്നെ ബില്ല് കവർ ചെയ്തോളാം, ഇതെല്ലാം അല്ലെങ്കിൽ തന്നെ എന്റെ പൈസക്കുള്ളതാണല്ലോ എന്ന് പറഞ്ഞ് ഇവൻ ഇവിടെ തന്നെ പിടിച്ച് കിടത്തുകയാണ്. എല്ലാം കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തിട്ട് അത് കുടിക്കാനായിട്ട് ബെഡും കാര്യങ്ങളൊക്കെ ഹിയോ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ കുറച്ച് അധികം തന്നെ ക്ലോസ് ആവുകയാണ്. രണ്ടുപേരും കിസ് ചെയ്യുന്ന പോലെയൊക്കെ ഏതാണ്ട് അടുത്ത് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നേഴ്സ് ആണെങ്കിൽ ഇവരുടെ ബിപിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് കയറി വരികയാണ്. സോ ഇവര് പെട്ടെന്ന് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ നിൽക്കുന്നു. പക്ഷെ നേഴ്സ് ഇവരുടെ ബിപിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് മുന്നേ അത് ഇവൾക്ക് നോർമൽ ആയിരുന്നു, എന്നാൽ ഇപ്പോ ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ്. അത് ഹിയോ അടുത്ത് വന്നതിന്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ അത് നേഴ്സിന് അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ ചിലപ്പോ ഇനി മെഷീൻ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അത് നോക്കാനായി എടുത്തുകൊണ്ട് പോവാണ്. ഹിയോനും പിന്നെ അവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല, ഞാൻ പോയി കുടിക്കാൻ വല്ല ജ്യൂസ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പോ അതേ സമയം തന്നെയാണ് അമ്മയെ കണ്ടിട്ട് വൂം ഇറങ്ങുന്നത്. ഇവളുടെ അമ്മ ഉള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പൊ ദാരിയെയും അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവര് രണ്ടുപേരും കാണുന്ന പോലെ ഏകദേശം അടുത്തൊക്കെ വരുന്നുണ്ട് എങ്കിൽ പോലും രണ്ടുപേരും രണ്ട് വഴിയിലൂടെയാണ് പോകുന്നത്, പരസ്പരം കാണുന്നില്ല. ഹിയോ പക്ഷെ ആ ഒരു തണുത്ത വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവന്റെ ടെൻഷനും കാര്യങ്ങളും മാറാനായിട്ട് യൂസ് ചെയ്യുന്നു. എന്നിട്ട് അതൊക്കെ എടുത്ത് റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ഓൾറെഡി തന്നെ ദാരി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അതവിടെ വെച്ചിട്ട് ഇവളോടൊപ്പം തന്നെ അവളുടെ തലയിലൊക്കെ തലോടി ഇരിക്കുകയാണ്. അതിനുശേഷം നമ്മളെ പിറ്റേന്നാണ് കാണുന്നത് ദാരി രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് ഹിയോ ഇവളുടെ തൊട്ടടുത്ത് കിടന്നല്ല ഇരുന്ന് ഉറങ്ങുന്നതാണ്. ഇവളുടെ വീണ്ടും ഒരു മോശം സമയത്ത് ഇവൻ തന്നെ ആയിരുന്നല്ലോ ഇവളുടെ കൂടെ ഉള്ളത്. സോ അത് ആലോചിച്ച് ഭയങ്കര ഫീൽ ആയിട്ട് ഇവനെ ടച്ച് ചെയ്യാനായിട്ട് വരുന്നു. പക്ഷെ ഇവൾക്ക് ആവുന്നില്ല, കാരണം ഇവൻ ഭയങ്കരമായിട്ട് ഇവളോട് ഒരു ആത്മാർത്ഥത കാണിക്കുമ്പോഴും ഇവൾ യഥാർത്ഥ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടാണല്ലോ ഇവനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഹിയോ അതൊന്നും അറിയാതെ തന്നെയാണ് ഇവളോടൊപ്പം ഓരോ സിറ്റുവേഷനിലും ഇവളെ രക്ഷപ്പെടുത്തുന്നതും കെയർ ചെയ്യുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ ഇവളുടെ ആ ഒരു തെറ്റ് ഇവൾക്ക് ഓർമ്മയുള്ളത് കൊണ്ട് ഇവൾ ആ ഒരു അടുപ്പം അവനോട് കാണിക്കാനായിട്ട് പോകുന്നില്ല. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പൊ പുതിയൊരു കഥാപാത്രം തന്നെയാണ്. ഇത് മറ്റാരുമല്ല, യാങ്ങിന്റെ ബ്രദർ ആണ്. സ്വന്തം ബ്രദർ അല്ല, സ്റ്റെപ്പ് ബ്രദർ ആണ്. അവളുടെ അച്ഛനും അമ്മയും നമ്മൾ മുന്നേ കണ്ടതാണല്ലോ. ആ ഒരു അമ്മ ശരിക്കും പറഞ്ഞാൽ ഇവളുടെ സ്റ്റെപ്പ് മദർ ആണ്, ഇവളുടെ യഥാർത്ഥ അമ്മ അല്ല. സോ അവരുടെ മകനാണ് ഇത്. ഇവൻ അബ്രോഡ് ആയിരുന്നു, ഇപ്പൊ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവനെ നമുക്ക് ഹോങ് എന്ന് വിളിക്കാം. അപ്പൊ വണ്ടിയിൽ കയറിയിട്ട് ഇവൻ ഡ്രൈവറിനോട് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ഡോഗ് ഷെൽട്ടറിലേക്ക് പോകാനായി ആവശ്യപ്പെടുന്നു, ഒരു ഫ്രണ്ടിനെ കാണാനാണ് എന്ന് പറയുമ്പോൾ ഡ്രൈവർ അമ്മ അവിടെ ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുക, ആദ്യം അങ്ങോട്ടേക്ക് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഹോങ് വീണ്ടും ഇയാളോട് നമുക്ക് ആ ഒരു സ്ഥലത്ത് പോയിട്ട് വീട്ടിലേക്ക് പോകാം എന്ന് പറയുന്നു. പക്ഷെ ഡ്രൈവറെ സമ്മതിക്കുന്നില്ല. അമ്മ ആദ്യം അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്, വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് തെറിവിൽ കേൾക്കും എന്ന് പറഞ്ഞിട്ട് ഇയാൾ കാർ എവിടെയും നിർത്തുന്നില്ല, നേരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. സോ ഇവന് വീട്ടിൽ വന്നിട്ട് ഇയാൾക്ക് കുറച്ച് ഡോളറിനെ കെട്ടെടുത്ത് കൊടുത്തിട്ട് എന്റെ കയ്യില് തൽക്കാലം ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഡ്രൈവർ ഇതെന്തിനാണ് സാർ എന്ന് ചോദിക്കുമ്പോൾ ഇത് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ നാളെ മുതൽ ജോലിക്ക് വരണ്ട, ഞാൻ പറയുന്നത് കേൾക്കാനാണ് നിങ്ങൾ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ഓർഡർ ഞാൻ കേൾക്കാനല്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. സോ ഇവൻ ഭയങ്കര ശാന്തനായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിലും ഇവൻ ഭയങ്കര ഒരു അഹങ്കാരിയായിട്ടുള്ള ഒരു ടൈപ്പാണ്. സോ ഇവൻ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ യാങ്ങിന്റെ ഫാദറിനാണെങ്കിൽ വലിയ മൈൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇയാളുടെ യഥാർത്ഥ മകനൊന്നും അല്ലല്ലോ. പക്ഷെ അമ്മയാണെങ്കിൽ ഇവന് വേണ്ടി ഒരുപാട് ഡേറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറഞ്ഞ് ഇവന് ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അച്ഛൻ അത് കണ്ടിട്ട് ഞാൻ ഇവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് വെക്കേഷൻ ആസ്വദിക്കാനല്ല, ബിസിനസ് സംബന്ധമായിട്ടാണ്, ഇവൻ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് അധിക നാളൊന്നും ആയില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ ആര് പറഞ്ഞു 374 ദിവസമായി, പിന്നെ ഇവൻ ഇനി കല്യാണം കഴിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും ഉന്നത തലത്തിലുള്ള ബിസിനസ് ആൻഡ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള കുടുംബത്തിലെ പെൺമക്കളായിട്ടാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസിന് ഇതുകൊണ്ട് എന്തായാലും ഗുണം മാത്രമേ ഉണ്ടാവൂ എന്ന് പറയുകയാണ്. ഇവൻ ഓൾറെഡി കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ യാങ് ആണെങ്കിൽ ഇവിടെ വൂവിനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവന് വേണ്ടി ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ആക്കിക്കൊണ്ടാണ് ഇവളെ എത്തിയിരിക്കുന്നത്. പക്ഷെ ഇവനത് ട്രൈ ചെയ്യാതെ അന്തം വിട്ട് ഇരിക്കുമ്പോൾ ഇവളായിട്ട് തന്നെ അത് വായിൽ എടുത്തു വെച്ച് കൊടുക്കുകയാണ്. ഇവളെ എക്സിബിഷന്റെ എന്തോ കാര്യം സംസാരിക്കാനാണ് എന്ന് പറഞ്ഞാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സോ വായിൽ വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവന് കഷ്ടപ്പെട്ട് കഴിച്ചിട്ട് കൊള്ളാം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ജോൺ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരികയാണ്. അവൻ കളിക്കാൻ പോയേക്കായിരുന്നു, പക്ഷെ ആ സമയത്ത് മുറിവും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് ഇപ്പൊ തിരിച്ചെത്തിയിരിക്കുന്നത്. പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോകുമ്പോൾ യാങ് ആണെങ്കിൽ ഇവനോട്
നീ എന്നെ ഒരുപാട് മിസ് ചെയ്തോ, എത്ര നാളെ കണ്ടിട്ട് എന്ന് ചോദിക്കുമ്പോൾ ജൂണും ശരിയാ ഞാൻ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവള് ഭയങ്കര സന്തോഷത്തില് ഇവനെ മടിയിലെടുത്ത് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് വായിൽ വെച്ച് കൊടുക്കുകയാണ്. വൂ അത് കാണുന്ന സമയത്ത് ഇവനത് ഭയങ്കരമായിട്ട് സ്പർശിക്കുന്നുണ്ട്. കാരണം ജൂൺ ഭയങ്കര ഹാപ്പി ആയിട്ടും ഫ്രീ ആയിട്ടുമാണ് അവളോടൊപ്പം ഉള്ളത്. ആ ഒരു സമയം തന്നെ ഇവന്റെ മൈൻഡും ഒന്ന് മാറുന്നുണ്ട്. പക്ഷെ ഇവന്റെ മനസ്സിൽ ഓൾറെഡി തന്നെ ഒരാൾ കൂടിയിരിക്കുകയാണല്ലോ. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പൊ ഹിയുവിന്റെ ഈ ഒരു പ്രോജക്റ്റിന്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ മുന്നേ കണ്ട ആ ഒരു പാർക്ക് ഉണ്ടല്ലോ, അത് വിൽക്കാനൊക്കെ തീരുമാനിച്ചിരുന്നതാണല്ലോ. പക്ഷെ അതൊക്കെ ഇപ്പോൾ ക്യാൻസൽ ചെയ്തു. ഇവിടെ തന്നെയാണ് ആ ഒരു പ്രോജക്റ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. എല്ലാവരും കൂടെ ചേർന്ന് അത് ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയാണ്. പക്ഷെ ഹിയു അതിലൊന്നും പങ്കെടുക്കുന്നില്ല. ജസ്റ്റ് ഒരു എംപ്ലോയി എന്ന രീതിക്ക് മാത്രമാണ് അവിടെ നിൽക്കുന്നത് അവന്റെ ടീമിനോടൊപ്പം. എല്ലാവരും തന്നെ വളരെ ഹാപ്പിയിലാണ്. പക്ഷെ ആ സമയത്ത് ഈ ഒരു ആന്റിയുടെ മകനാണെങ്കിൽ ഇവരോടൊപ്പം വന്നിട്ടുണ്ട്. കാരണം ഇവന് ലീവാണ്. പക്ഷെ വീട്ടിൽ ഇവനെ നോക്കാനായിട്ട് ആരും തന്നെ ഇല്ല. ഇവനെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു കുട്ടിയാണെങ്കിൽ അവിടെ കിടന്ന് കുർത്തക്കേടും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ആന്റി വഴക്ക് പറയുന്നു. പക്ഷെ ദാരി അവരെ സമാധാനിപ്പിച്ച് കുട്ടികളാകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന് പറഞ്ഞ് അവനെയും കൂടെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. അതിനുശേഷം ഹിയോന്റെ ഫാദറും ഇവരോട് വന്ന് ഇവരുടെ ടീമിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ നന്ദിയും കാര്യങ്ങളും അഭിനന്ദനവും ഒക്കെ അറിയിക്കുകയാണ്. ഇവരും എന്തായാലും ഞങ്ങൾ എല്ലാത്തിനും സാറിന്റെ കൂടെ തന്നെ സപ്പോർട്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയാൾക്ക് പ്രോമിസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. പക്ഷെ അതൊന്നും തന്നെ ജീഹിക്ക് തീരെ പിടിച്ചിട്ടില്ല. വളരെ കടിച്ചു പിടിച്ചാണ് ഇവള് അവിടെ നിൽക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇവളുടെ മാനേജറിനോട് എന്റെ പിന്നാലെ നടക്കാതെ പോയി ആ ദാരിയുടെയും ഹിയോന്റെയും അവിഹിതം പകർത്താനായിട്ട് പറയുകയാണ് എത്രയും പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇയാളും ഇവരെ ഫോളോ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അവരുടെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ പകർത്താൻ തുടങ്ങുകയാണ്. ഇവരും മരവും കാര്യങ്ങളൊക്കെ അവിടെ നടാനായിട്ട് പോവുകയാണ്. പക്ഷെ ഇയാൾ ഫോട്ടോ എടുക്കുന്നതിൽ ഒന്നും തന്നെ അത്ര സ്പെഷ്യൽ ആയിട്ട് അവർ തമ്മിൽ ഓവറായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ കിട്ടുന്നില്ല. ഹിയു എല്ലാവരോടും എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് ഇവളോട് നിൽക്കുന്നത്. അതിനുശേഷം ഇവരെ ചെടിയും കാര്യങ്ങളും ഒക്കെ നടന്ന സമയത്ത് ഈ ഒരു പയ്യനാണെങ്കിൽ അവന്റെ കയ്യിലുള്ള ടോയ് കൊണ്ട് ഇടുകയാണ്. ഇത് കുഴിച്ചിടാനായിട്ട് പറഞ്ഞ് ഇത് വലുതാകുമ്പോൾ എനിക്ക് ഒരുപാട് ടോയ്സ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ദാരി ചിരിച്ചിട്ട് അയ്യോ അത് നടക്കുമെന്ന് തോന്നുന്നില്ല മോനെ, ഇതുപോലെ ഞാനും പണ്ട് എന്നെ കുഴിച്ചിട്ടതാ, പക്ഷെ ഇപ്പോഴും ഞാൻ കുറച്ചും കൂടെ നീളം വെക്കാനുണ്ട്, ഒന്നും നടന്നിട്ടില്ല, ഇനി ഡോക്ടറിന്റെ ഹെൽപ്പ് ചോദിക്കേണ്ടി വരും, എന്നിട്ട് നമുക്കത് കുഴിച്ചിടാം എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. പക്ഷെ അത് കേട്ട് ഹിയോ ഇവളുടെ കാലിൽ മണ്ണ് വരെ ഇടുകയാണ്. ഇവൾ ആ ഒരു കുഴിയിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഇവളെ പെട്ടെന്ന് നിങ്ങൾ എന്തായി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ നീയല്ലേ പറഞ്ഞത് ഇനി നിനക്ക് വളരണമെന്ന്, സോ ഞാൻ നിന്നെ കുഴിച്ചിടാൻ നോക്കിയതാണ് എന്ന് പറയുമ്പോൾ ഇവള് നിങ്ങൾ എന്നോട് ഇത് ചെയ്യാറായോ എന്ന് പറഞ്ഞ് ഇവനെ ആ കുഴിയിൽ പിടിച്ച് ഇടാനായിട്ട് ഇവൾ അവനെ ഓടിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോ ഈ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്ത് ക്ഷീണിച്ച് തളർന്ന് ഉറങ്ങിപ്പോയി. കുറെ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാളെ വീണ്ടും അവിടെ കിടന്ന് ഉറങ്ങുകയാണ്, ഇയാളുടെ ജോലിയും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ട്. അതിനുശേഷം ഇപ്പോ ഹോങ് ആണെങ്കിലും മുന്നേ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നല്ലോ, അത് മറ്റാരുമല്ല ജീഹിയാണ്. ഇവളെ കാണാനാണ് ഇപ്പൊ ഇവൻ എത്തിയിരിക്കുന്നത്. പക്ഷെ ഇവനെ കാണുമ്പോൾ തന്നെ ഇവൾ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ഇവർ തമ്മിൽ യഥാർത്ഥത്തിൽ റിലേഷൻഷിപ്പിലായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഇവർ കണ്ടുപിരിഞ്ഞത് ഇവന്റെ വിവാഹ റിസപ്ഷനിൽ വെച്ചിട്ടാണ്. ഇവൻ മറ്റൊരു വ്യക്തിയാണല്ലോ വിവാഹം കഴിച്ചത്. അതിന് കാരണം ഇവന്റെ ഫാമിലി അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഇതൊക്കെ ആണല്ലോ. പക്ഷെ ജീഹിക്ക് ഇന്നത്തെ അത്രയും പവറും കാര്യങ്ങളും ഒന്നും തന്നെ അന്നുണ്ടായിരുന്നില്ല. കമ്പനിയിലെ സ്ഥാനമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഇവളുടെ അച്ഛന് നേരെ ഉണ്ടായ സ്ത്രീയിലുള്ള കുട്ടിയൊന്നും അല്ലല്ലോ ഇവള്. സോ ആ ഒരു കാരണം പറഞ്ഞൊക്കെയാണ് ഇവന്റെ ഫാമിലി ആ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ അംഗീകരിക്കാതിരുന്നത്. ഇവനെ സിൻസിയർ ആയിട്ടാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. പക്ഷെ ഇവന് അന്നും ഇവളെ ഒഴിവാക്കുന്നത് കൊണ്ട് വലിയ കുറ്റബോധവും കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സോ ലാസ്റ്റ് ആണ് ഇവര് കണ്ടത്. അതിനുശേഷം ഇപ്പൊ ഇവൻ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണല്ലോ തിരിച്ചെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവളുടെ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു, നീയും അറിഞ്ഞാണല്ലോ എന്റെ ഡിവോഴ്സിനെ പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇവള് നിനക്കിപ്പോ എന്താ വേണ്ടത്, എനിക്ക് ഇതിനോട് ഒരു തരത്തിലുള്ള ബന്ധത്തിനും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവള് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ ഇവൻ എന്തിനൊക്കെയാണ് അവളെ വീണ്ടും കൂടെ കൂട്ടാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ദാരി ഇവള് നടന്ന മരത്തിന് ഇവളുടെ അച്ഛന്റെ പേരാണ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് ഹിയോ ഇതാരാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവളും ഇതെന്റെ അച്ഛനാണ്, എന്റെ അച്ഛനെ പോലെ തന്നെ ഈ ഒരു മരവും സ്ട്രോങ് ആയിട്ട് വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഞാൻ എന്റെ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു മരം കാണുമ്പോൾ എനിക്ക് ഭാവിയിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവും എന്ന് പറഞ്ഞാണ് ഇവൾ ആ ഒരു മരം അവിടെ നടന്നത്. അപ്പോഴേക്കും എല്ലാവരെയും ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വിളിക്കുകയാണ്. പക്ഷെ ആ സമയത്താണ് ഈ ഒരു ആന്റിയുടെ മകൻ കൂടി ഉണ്ടായിരുന്നല്ലോ, ആ ഒരു പയ്യൻ മിസ്സിംഗ് ആണ് എന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുന്നത്. എല്ലാവരും ഭയങ്കരമായിട്ട് ടെൻഷനായി. ഇത് ഭയങ്കര ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ അവനെ തപ്പി പല വഴികളിലായിട്ട് പോവുകയാണ്. ദാരിയും അന്വേഷിച്ച് വരുന്ന വഴിയിൽ എൻറ്റർ ചെയ്യാൻ പാടില്ലാത്ത ഒരു ഏരിയ ഉണ്ട്. സോ അവിടെ ഇവള് നോക്കുമ്പോൾ ആ ഒരു കുട്ടിയുടെ തൊപ്പിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കാണുകയാണ്. ഇവളും പെട്ടെന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. സോ ആ ഒരു സ്ഥലത്ത് ഇവളെ നോക്കി വരുമ്പോൾ അവന്റെ ആ ഒരു കയ്യിലുണ്ടായിരുന്ന ടോയ് ഉണ്ടല്ലോ, അതൊക്കെ അവൾ അവിടെ കിടക്കുന്നത് കാണുകയാണ്. അതിന് താഴെയുടെ കുറച്ച് താഴ്ന്ന പ്രദേശവും കാര്യങ്ങളൊക്കെയാണ്. ഇവളും പെട്ടെന്ന് ആ ഒരു ടോയ് എടുത്ത് താഴെ കുട്ടി വല്ലതും ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് ഇവള് കാലുവഴുതി ആ ഒരു താഴ്വാരത്തിലേക്ക് വീഴുകയാണ്. ഇവളുടെ തലയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പൂതവും പോയി വീഴുന്നു. ഫോൺ മറ്റൊരു സൈഡിലേക്കും തെറിച്ചു വീഴുകയാണ്. പക്ഷെ അപ്പോഴേക്കും പുറത്ത് അതേ സ്ഥലത്ത് നിന്ന് തന്നെ ഈ കുട്ടിയെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇവനെ നല്ലോണം തന്നെ ഈ ഒരു ആന്റി വഴക്ക് പറയും തല്ലും ഒക്കെ ചെയ്യാണ്. എവിടെങ്കിലും അടങ്ങി നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരും കുട്ടിയെ കിട്ടി എന്ന് പറയാനായിട്ട് ദാരിയെ വിളിക്കുന്നു. പക്ഷെ അവൾ അപ്പോൾ ഫോൺ എടുക്കുന്നില്ല. ആ സമയം തന്നെ നല്ല മഴയും കാര്യങ്ങളും പെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു.
ഹിയുനെ വിളിച്ചിട്ട് കുട്ടിയെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇപ്പൊ ദാരിയെ കാണുന്നില്ല എന്ന കാര്യം പറയാണ്. ഇവനെ പെട്ടെന്ന് ഭയങ്കര ടെൻഷനായിട്ട് അവളെ ആ ഒരു സ്ഥലത്തേക്ക് അന്വേഷിച്ച് നടക്കാണ്. ഇവനെ നോക്കി വരുമ്പോ ആ ഒരു ടോയ് ഇവന്റെ കണ്ണിൽ പെടുകയാണ്. കുറച്ച് ദൂരെയായിട്ട് മാറി ഇവന് ദാരിയും കാണാൻ സാധിക്കുന്നു. സോ ഇവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് പോയി ഇവളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അവളും ഒരുപാട് വിളിച്ചതിന് ശേഷം ബോധം വന്ന് എഴുന്നേൽക്കുന്നു. കുട്ടിയെ കിട്ടിയോ എന്ന കാര്യം ചോദിക്കുമ്പോൾ ഹിയും അവനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങി പോകാനാവില്ല. കാരണം അവിടെ ഫുള്ള് ചെളിയും തെറ്റലും ഒക്കെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർ അവിടെ ഒരു ഗുഹ കാണുന്ന സമയത്ത് അതിന്റെ ആ ഒരു സൈഡിലേക്ക് കയറി പോകുന്നു. അപ്പോൾ ഇവിടെ യാങ്ങും വൂവും ജൂണിനോടൊപ്പം അവിടെ അവനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് നാച്ചുറൽ ബേബിയുടെ കമ്പനിയിൽ നിന്ന് ഇവനെ കോള് വരുന്നത്. മിന്നാണ് ഇവനെ വിളിക്കുന്നത്, നിങ്ങളുടെ വൈഫ് മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഇവനും പെട്ടെന്ന് ദാരിയാണല്ലോ അപകടത്തിലായിരിക്കുന്നത്. സോ ആ ഒരു കാര്യം ഇവളെ അറിയിച്ചിട്ട് ജൂണിനെ ഒന്ന് ശ്രദ്ധിച്ചോളാം, ഞാൻ പെട്ടെന്ന് വന്നേക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇവൻ ധൃതിയിൽ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇവിടെ റെസ്ക്യൂ ടീം എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ മഴയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് അകത്തോട്ട് കിടക്കാൻ പറ്റുന്നില്ല. മഴ ഒന്ന് കുറച്ച് കുറയട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. മിന്നും ഹിയുനെ വിളിക്കുന്ന സമയത്ത് ദാരയെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിൽപ്പുണ്ട് എന്ന് പറയുന്നു. ആ ഒരു കാര്യം മാത്രം ഇവൻ കേൾക്കുന്നില്ല. റേഞ്ച് ഒക്കെ കട്ടായി പോവുകയാണ്. ഈ ഒരു രണ്ടുപേരും മഴയിൽ നനയാതെ ഇവിടെ ഒരു ഗുഹയുടെ സൈഡിൽ കയറി നിൽക്കുകയാണ്. അപ്പൊ ഹിയു ഇവൾക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് അവിടെ കർച്ചീഫും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നു. ഇവളും അതിൽ തന്നെ അവിടെ ഇരിക്കുമ്പോൾ ഇവന്റെ കയ്യിലൊക്കെ ഇവളെ രക്ഷപ്പെടുത്താൻ വന്ന വഴിക്ക് നല്ല മുറിവും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കണ്ട് ഇവനോട് എനിക്ക് ചില സമയങ്ങളിൽ നിങ്ങൾ കാണുമ്പോൾ എനിക്കെന്റെ അച്ഛനെ ഓർമ്മ വരുന്നത്. എന്റെ അച്ഛൻ ഇതുപോലെ തന്നെയായിരുന്നു. അച്ഛനൊരു ടാക്സി ഡ്രൈവർ ആയിരുന്നു. പക്ഷെ എന്തെങ്കിലുമൊക്കെ കുഴപ്പത്തിൽ ഞാൻ ചെന്ന് ചാടിക്കഴിഞ്ഞാലോ, അല്ലെങ്കിൽ എനിക്കൊന്ന് വേദനിച്ചാലോ അപ്പൊ തന്നെ എന്റെ അച്ഛൻ എവിടെ ആയിരുന്നാലും എന്റെ അടുത്തേക്ക് ഓടി വരും. ഞങ്ങൾ തമ്മിൽ ഒരു ടെലിപ്പതിയും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് പോലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങളും. എനിക്ക് എപ്പോഴൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ അപ്പോഴൊക്കെ എന്റെ സൈഡിൽ ഉണ്ടായിരിക്കും. അത് പൊളിയാണ് എന്ന് പറയുമ്പോൾ ഹിയോ ഡിസ്റ്റൻസ് ഒക്കെ അധികമാണെങ്കിലും അച്ഛൻ നിന്നെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ടായിരിക്കും നിന്റെ അടുത്ത് കറക്റ്റായിട്ട് എത്താൻ പറ്റുന്നത് എന്ന് പറയുമ്പോൾ ഇവള് ശരിയായിരിക്കും. അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ ഒരിക്കൽ പോലും അത് പ്രകടിപ്പിച്ചിട്ടില്ല. കാരണം ഞങ്ങളെക്കാൾ അമ്മ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ കാരണം ഒരുപാട് വേദനിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ് ഇവളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഹിയോ ഇവളോട് നീ എന്തിനാ ചെറുപ്പത്തിൽ തന്നെ മാരീഡ് ആയത്, നിന്റെ അച്ഛന്റെ ശൂന്യം നികത്താനാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ശരിക്കും ഇവള് മാരീഡ് അല്ലല്ലോ. പക്ഷെ ഇവനോട് അത് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ചിലപ്പോ അത് അങ്ങനെ ആയിരിക്കും സാധ്യത എന്ന് പറയുകയാണ്. അപ്പോൾ ഹിയോന് അത് കേട്ട് ഭയങ്കര വിഷമം തന്നെയാണ്. കാരണം ഇവള് മാരീഡ് ആയതാണല്ലോ ഇവന്റെ ഏറ്റവും വലിയ ഇവളോടുള്ള ആ ഒരു ഫീലിംഗ്സ് പ്രകടിപ്പിക്കാൻ പറ്റാതെ പോകുന്ന പ്രധാന റീസൺ. അതുകൊണ്ട് തന്നെ എന്തിനായിരുന്നു ഇത്ര ധൃതി, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാറുന്നില്ല എന്ന് ഇവൻ പയ്യെ പറയുകയാണ്. പക്ഷെ അത് ഇവൻ നല്ലോണം കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. പക്ഷെ അപ്പോഴും മഴ തോർന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം പുറത്തേക്ക് നിൽക്കുന്ന സമയം തന്നെയാണ് വു അങ്ങോട്ട് എത്തിയിരിക്കുന്നത്. എന്തായി എന്ന് ചോദിക്കുമ്പോൾ മിൻ ദാരി സേഫ് ആണ്, ഹിയോ ആണ് കൂടെ ഉള്ളത്. അവര് ഒരു ഗുഹയ്ക്കടുത്താ ഉള്ളത്. പക്ഷെ നമുക്ക് ഇപ്പൊ അങ്ങോട്ടേക്ക് പ്രവേശിക്കാനാവില്ല, ഈ മഴയെന്ന് തോന്നോട്ടെ, അല്ലെങ്കിൽ അവിടെ ഫുള്ള് തെന്നലും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഇവനോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും വൂ ആണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ടോർച്ചും കാര്യങ്ങളൊക്കെ വാങ്ങി അകത്തേക്ക് ഓടി പോവുകയാണ്. ഇവർ എത്ര പറഞ്ഞിട്ടും അവൻ നിൽക്കുന്നില്ല. എല്ലാവരും തന്നെ നല്ലോണം പേടിക്കുന്നു. കാരണം കുറച്ച് അപകടം പിടിച്ച ഏരിയ ആണല്ലോ അത്. ഇവനും അകത്ത് പ്രവേശിച്ച് അവിടെ ഫുള്ള് ദാരിയെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴേക്ക് രാത്രി ആവാനും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദാരി നല്ലോണം കിടുങ്ങി വിറക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. സോ അത് മനസ്സിലാക്കിയിട്ട് ഹിയോ ഇവന്റെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇവൾക്ക് കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നു. പക്ഷെ അപ്പോഴും ഇവൾ ഓക്കെ ആവുന്നില്ല, നല്ലോണം തന്നെ തണുക്കുന്നുണ്ട്. സോ ഹിയും ഇവൾക്ക് ചൂടും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഇവളെ ചേർത്ത് പിടിക്കുകയാണ്. ഇവൾക്കും അല്പം ആശ്വാസമാവുന്നു. പക്ഷേ അല്ല ഇതെന്താണ് എന്ന രീതിയിൽ നോക്കുമ്പോൾ ഹിയോ വേറൊന്നും ചിന്തിക്കണ്ട, കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓക്കെ ആയിക്കോളും എന്ന് പറയുകയാണ്. അങ്ങനെ അവരവിടെ ചേർന്ന് തന്നെ ഇരിക്കുകയാണ്. ഹിയോന് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് കൊണ്ട് തന്നെ ഇവളെ നല്ലോണം തന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പൊ വു ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവന്റെ വീട്ടില് ജോണിനോടൊപ്പം യാങ്ങുമുണ്ട്. ഇവർ രണ്ടുപേരും ചെസ്സും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്നേ തന്നെ അച്ഛനുമായിട്ട് ജോൺ ചെസ്സൊക്കെ കളിക്കാറുള്ളതാണല്ലോ. പക്ഷെ ആ സമയത്ത് എല്ലാം തന്നെ ഇവൻ മാത്രമാണ് ജയിക്കാറുണ്ടായിരുന്നത്. വൂവിന് ചെസ്സും കാര്യങ്ങളൊന്നും വലുതായിട്ട് കളിക്കാൻ അറിയില്ല, എപ്പോഴും തോൽക്കാറാണ് പതിവ്. എന്നാൽ ആദ്യമായിട്ട് ഇവൻ ഇപ്പോ കുഴപ്പത്തിലായിരിക്കുകയാണ്. കാരണം യാങ് നല്ലൊരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഇവന് ഇവളുടെ അടുത്ത് പിടിച്ചു നിൽക്കാനാവുന്നില്ല. സോ ഇവനാണ് ആ ഒരു ഗെയിമിലൊക്കെ ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവനും ഇതെങ്ങനെയാ നിങ്ങൾ ജയിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഞാൻ പണ്ട് മുതലേ ഇതിൽ പുലിയാണ് മോനെ, നിനക്ക് അങ്ങനെ ആവണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, നീ പഠിക്കണ്ട, ഫുള്ള് ഇത് കളിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവനും അത് നല്ല ആശയമായിട്ട് തോന്നുകയാണ്. എന്നിട്ട് ഇവളോട് വീണ്ടും ഗെയിം കളിക്കാം എന്ന് പറയുമ്പോൾ ഇവള് ഇപ്പൊ തന്നെ ഒരുപാടായി, നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം എന്ന് പറയുമ്പോൾ ജോൺ വേണ്ട വേണ്ട, അച്ഛനോട് കളിക്കുമ്പോൾ ഒരു രസമില്ല, പക്ഷെ ഇത് കൊള്ളാം എന്ന് പറയുമ്പോൾ ഇവള് എങ്കിൽ പിന്നെ ഞാൻ ഒരു വട്ടം കൂടെ കളിക്കാം, പക്ഷെ നീ ചില കാര്യങ്ങൾ എനിക്ക് വേണ്ടി പറഞ്ഞു തരേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇവനും ഓക്കെ പറഞ്ഞിട്ട് എന്താണ് എന്ന് ചോദിക്കുന്നു. സോ യാങ് ചോദിക്കുന്നത് വൂവിന്റെ ഇഷ്ടങ്ങളെ കുറിച്ചാണ്. ജൂണും ഒന്നും നോക്കുന്നില്ല. അച്ഛന് ഫ്രൈഡ് ചിക്കൻ ഇഷ്ടമാണ്, അമേരിക്കാന ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് തന്നെ പറയാൻ തുടങ്ങുമ്പോൾ ഇവളും അതെല്ലാം തന്നെ നോട്ട് ചെയ്യുന്നു. അവനെ ഇംപ്രസ് ചെയ്യണമല്ലോ, സോ അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് അവന് ഇഷ്ടമില്ലാത്തത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ജോൺ അച്ഛന് ഇഷ്ടമില്ലാത്തത് എന്ന് പറയുമ്പോൾ
പ്രോമിസ് തെറ്റിക്കുന്നതൊന്നും അച്ഛന് ഇഷ്ടമല്ല എന്ന് പറയുമ്പോ ഇവള് പ്രോമിസോ എന്ന് ചോദിക്കുമ്പോ ജൂണും അതെ അച്ഛന് ഞാൻ സ്നാക്സ് കഴിച്ചിട്ട് പല്ല തേച്ചോളാന്ന് പ്രോമിസ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഞാനത് എപ്പോഴും തെറ്റിക്കും. അതുപോലെ തന്നെ ടോയ്സ് ഒക്കെ ഞാൻ വൃത്തിക്ക് സൂക്ഷിച്ചോളാന്ന് പ്രോമിസ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഞാനത് വീണ്ടും തെറ്റിക്കും. അപ്പൊ അച്ഛൻ എന്നോട് ഭയങ്കര ദേഷ്യത്തിലാവും എന്ന് പറയുമ്പോ പ്രോമിസ് തെറ്റിക്കുന്നത് വു ഏറെ വെറുക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഇവളെ നോട്ട് ചെയ്യുകയാണ്. പക്ഷെ അപ്പോഴും വു ദാരിയെ അന്വേഷിച്ച് നടക്കാണ്. ഇവൻ ഇതുവരെ അവളെ കണ്ടെത്താനായിട്ടില്ല. പക്ഷെ ദാരിയാണെങ്കിൽ ഇവളെ ആശ്വസിപ്പിക്കാനായിട്ട് ഹിയു ഇവന്റെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇവൾക്ക് ഇട്ട് കൊടുത്തിരുന്നല്ലോ. എന്നാൽ ഇവനിപ്പോ ആകെ വയ്യാത്ത ഒരു സ്റ്റേജിലോട്ട് ആവുകയാണ്. ഇവന്റെ ബോഡി ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൂടുന്നു. ഇവൾക്കും അത് കണ്ട് നല്ല പേടിയാവുകയാണ്. സോ ഇവള് തിരിച്ച് ആ ഒരു ജാക്കറ്റ് ഇവന് തന്നെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം എന്റെ തെറ്റാ, ഞാൻ കാരണം നിങ്ങൾക്ക് ഇങ്ങനെ വന്നത്, നിങ്ങൾ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ച് ഇവളെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുമ്പോ ഇവളുടെ കയ്യിൽ പിടിച്ചിട്ട് ഞാനും അത്ര നല്ല വ്യക്തിയൊന്നുമല്ല എന്ന് പറയുമ്പോ ഇവളെ മുന്നേ കള്ളു പിടിച്ചിട്ട് ഇവളെ ശരിയല്ല, ഇവന്റെ സ്നേഹം അർഹിക്കുന്ന വ്യക്തിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇവനതൊന്നും ഓർമ്മയില്ല എന്നാണ് ഇവളോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ ഇവനത് പറയുമ്പോ ഇവനെല്ലാം ഓർമ്മയുണ്ടായിരുന്നു എന്നറിഞ്ഞ് ഇവളൊന്ന് ഷോക്കാവുന്നു. ഇവളോട് ഫീലിംഗ്സ് ഉണ്ടല്ലോ, പക്ഷെ ഇവള് മറ്റൊരാളുടെ വൈഫാണ് എന്ന് അറിഞ്ഞിട്ടാണല്ലോ ഇവനത് തോന്നുന്നത്. അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണല്ലോ. സോ ആ ഒരു രീതിയിലാണ് ഇവനത് പറയുന്നത്. ഇവൻ ഇവളെ കിസ് ചെയ്യാനായിട്ട് വരുന്നു. രണ്ടുപേരും ഓൾമോസ്റ്റ് കിസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുകയാണ്. പക്ഷെ അപ്പോഴേക്കും വു ആണെങ്കിൽ കറക്റ്റ് ഇവരെ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഈയും കുറച്ച് ദേഷ്യത്തില എഴുന്നിട്ട് മാറുകയാണ്. വും ഇവളോട് വന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞ് ഇവളെ വിളിച്ചോണ്ട് പോകാനായിട്ട് തുടങ്ങുമ്പോ പെട്ടെന്ന് തന്നെ ഹിയോ ദാരിയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് ഇവളെ അവനോടൊപ്പം വിടുന്നില്ല, മാറ്റി നിർത്താണ്. അതായത് ഇവൻ ഇവളെ അറിയാണ്ട് ചതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള കെയറിങ്ങിന്റെ ആവശ്യമില്ല എന്ന രീതിയിലാണ് ഇവനത് ചെയ്യുന്നത്. വോ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതോ, നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹിയോ ഒന്നും തന്നെ പറയുന്നില്ല. പക്ഷെ അപ്പോഴേക്കും ബാക്കിയുള്ള ആ ഒരു ടീമിലെ മെമ്പേഴ്സും മിന്നും ഒക്കെ തന്നെ അങ്ങോട്ടേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സീനോ കാര്യങ്ങളോ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഹിയോ ഇവളെ കൈ വിടുകയാണ്. ഇവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. ദാരിയും ഒന്നും മിണ്ടാതെ തന്നെ ഇവനെ തിരിഞ്ഞു നോക്കി പോവുകയാണ്. എന്നിട്ട് ഇവളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോ അല്ല അയാളിപ്പോ എന്താ ചെയ്തത്, എന്തിനാ അയാൾ അങ്ങനെ ചെയ്തത്, നീ എന്തായാലും ആ ജോലി രാജിവെച്ചേക്ക്, ജോലിക്കൊന്നും പോണ്ട, ഹോസ്പിറ്റൽ ബില്ലും കടങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം, നീ അതോർത്ത് പേടിക്കണ്ട എന്ന് പറയുമ്പോ ഇവള് നീ അതൊക്കെ എന്തിനാ ചെയ്യുന്നത് എന്ന രീതിയിൽ ചോദിക്കുന്നു. അതായത് ഇവൾക്ക് ഇവൻ ഒരു ഫ്രണ്ട് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ടിനെ പൈസയ്ക്ക് വേണ്ടി ഇല്ലാതൊക്കെ എനിക്ക് ഒരു താല്പര്യമില്ല എന്ന് പറയുമ്പോ വോ അപ്പോ നിനക്ക് എന്നെ ആശ്രയിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ളല്ലേ, ഹിയോനെ ആശ്രയിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, അയാളുടെ അടുത്ത് നിന്ന് പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതുകൊണ്ടല്ലേ അയാൾ ഇങ്ങനെ അധികാരവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്, അയാൾക്ക് നീ വെറും ഒരു ടീം മെമ്പർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിൽ കൂടുതൽ എന്തൊക്കെയോ അയാൾക്ക് നിന്നോടുള്ളത് പോലെയാണ് എനിക്ക് ഫീൽ ആയത് എന്നൊക്കെ പറയുമ്പോൾ ഇവളത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇല്ല പുള്ളി അങ്ങനെയൊന്നുമല്ല, ഇന്ന് അദ്ദേഹത്തിന് തീരെ സുഖമില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ പെരുമാറിയത് എന്നാണ് ഇവളെ പറഞ്ഞു നിൽക്കുന്നത്. കാരണം ഇവൾക്ക് അവന്റെ ഫീലിംഗ്സ് ആയാലും ഇവളുടെ ഫീലിംഗ്സ് ആയാലും ഒരു ഉറപ്പും ഇല്ലല്ലോ. അതുപോലെ തന്നെ ഹിയോന് നല്ല പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മിൻ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാം എന്ന് പറയുന്നു. പക്ഷേ ഹിയോ സമ്മതിക്കുന്നില്ല. റെസ്റ്റ് എടുത്താൽ മതി, എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്താൽ മതി, എനിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇവരും ഭയങ്കര നിരാശയിൽ തന്നെയാണ്. അതിനുശേഷം നമ്മളെ പിറ്റേന്നാണ് കാണുന്നത്. ഇപ്പോ ഹിയോന്റെ അമ്മ ഹോസ്പിറ്റലിലാണല്ലോ. ആ സമയത്ത് ഇവരുടെ അടുത്തേക്ക് ഹിയോന്റെ ഫാദർ ദൂരെ നിന്ന് വരുന്നത് കേൾക്കുന്നതേ ഉള്ളൂ. അപ്പൊ തന്നെ ഇവർ ഭയങ്കരമായിട്ട് പേടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. ഇയാളിപ്പോ വൈഫിനെ കാണാനായിട്ട് ഭയങ്കര സന്തോഷത്തിൽ എത്തിയിരിക്കുന്നത് ഒരു റിപ്പോർട്ടറിന്റെ കൂടെയാണ്. വീണ്ടും ഒരു ഇന്റർവ്യൂ സംതിങ് എടുക്കാനായിട്ടാണ് ഇയാൾ വൈഫിനെ കാണാൻ എത്തിയിരിക്കുന്നത്. പക്ഷെ അവരവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇയാൾക്ക് നല്ല ദേഷ്യം വന്ന് ഇയാളുടെ ആളുകളോട് എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കാനായിട്ട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഗാർഡ്സും എല്ലാവരും പോയി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ലേഡി അവരുടെ കയ്യിലൊന്നും പെടാതെ ഒളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പലരുടെ റൂമും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഒരു റൂമിൽ വന്ന് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ദാരിയുടെ അമ്മയാണ് ഉള്ളത്. ഇത് ഇവരുടെ റൂമാണ്. അവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കിക്കൊണ്ട് നിൽക്കായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇയാളും സോറി പറഞ്ഞിട്ട് ഒരു റൂമിലുള്ള ഒരു പേഷ്യന്റിനെ കാണാനില്ല, അവരന്വേഷിച്ചിറങ്ങിയതാണ് എന്ന് പറയുമ്പോൾ ദാരിയുടെ അമ്മ ഇവിടെ ആകെപ്പാട് ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇയാളും ക്ഷമ ചോദിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ അതേ ബാത്റൂമിൽ തന്നെയാണ് ഇപ്പോ ഹിയോന്റെ അമ്മ ഒളിച്ച് ഇരിക്കുന്നത്. ദാരിയുടെ അമ്മ തന്നെയാണ് അവരെ ഒളിപ്പിച്ചു വെച്ചത്. ഇവർക്ക് രണ്ടുപേർക്കും മുന്നേ തന്നെ അറിയാലോ. സോ ദാരിയുടെ അമ്മയും പെട്ടെന്ന് ഇവരെ കൂടിക്കൊണ്ട് വന്ന് കുടിക്കാനായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണ്. ഇവര് നല്ലോണം കിടുങ്ങി വിറച്ചിരിക്കുകയാണ്. എന്നിട്ട് ദാരിയുടെ അമ്മ എന്താ പറ്റിയത്, എന്തിനാ അവരുടെ കയ്യിൽ നിന്ന് വിളിച്ചത്, കടക്കാർ വല്ലതാണോ എന്നൊക്കെ ഇവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് വീണ്ടും ചോദിക്കുമ്പോൾ ഇവര് തന്നെ ഇവരെ കൺട്രോൾ ചെയ്യാണ്. ആ ലേഡിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച്. പക്ഷെ അപ്പോഴും ഇവരാണെങ്കിൽ ഭയങ്കരമായിട്ട് വിറച്ച് ദാരിയുടെ അമ്മയോട് രക്ഷപ്പെടുത്തിയതിന് താങ്ക്സും കാര്യങ്ങളൊക്കെ പറയുന്നു. ആ ഒരു സമയത്ത് ഈ ലേഡിയുടെ അവസ്ഥ കണ്ടിട്ട് ദാരിയുടെ അമ്മയും പെട്ടെന്ന് അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, അവർ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഓഫീസിലെ എല്ലാവർക്കും സാലറിയും കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് ആയിരിക്കുകയാണ്. ഓരോരുത്തരും അവരുടെ കുട്ടികൾക്ക് ഇന്നത് വാങ്ങണം, ഫീസ് അടയ്ക്കണം, ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തകർത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. 2 മില്യണോ സംതിങ് ഒക്കെയാണ് ഇവർക്ക് സാലറി ആയിട്ട് ക്രെഡിറ്റ് ആയിരിക്കുന്നത്. ഇത്രയും വലിയ സാലറി ഒക്കെ അവരുടെ ലൈഫിൽ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ ദാരിക്ക് മാത്രം അങ്ങനെ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യമൊന്നുമില്ലല്ലോ. അമ്മയുടെ ഹോസ്പിറ്റൽ ബില്ലിന്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അതുപോലെ തന്നെ ഹിയോന് കൊടുക്കാനുള്ള ആ ഒരു തുകയും, അതുകൊണ്ട് തന്നെ ഇവളും അടുത്തുള്ള ATM പോയിട്ട് ഹിയോന് കൊടുക്കാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ എടുത്ത് പൈസ മാത്രമായിട്ട് കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച ഇവളൊരു ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങി അത് കൊടുക്കാനായിട്ട് ഇവന്റെ ഓഫീസിലേക്ക് വരുമ്പോൾ ഹിയോ ഇന്നത്തെ ദിവസം ഓഫീസിലേക്ക് എത്തിയിട്ടില്ല. മിൻ മാത്രമാണ് അവിടെ ഉള്ളത്. ഹിയോന് പനിയും കാര്യങ്ങളൊക്കെയാണ്. അല്ല എന്താ വേണ്ടത് എന്ന് മിൻ ചോദിക്കുമ്പോൾ ദാരി ഇല്ല ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവള് കയ്യിലുള്ള സംഭവങ്ങളൊക്കെ മറച്ചു പിടിക്കുകയാണ്. വേറെ ആർക്കും തന്നെ ഇവർ തമ്മിലുള്ള ഡീലിങ്സിനെ പറ്റി അറിയില്ലല്ലോ. അതുകൊണ്ട്
അതുപോലെ തന്നെ ഇവിടെ ഹിയുവിന്റെ അമ്മ എല്ലാ കാര്യങ്ങളും ദാരയുടെ അമ്മയോട് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവരുടെ ഹസ്ബൻഡ് ചതിച്ചതും ഇത്രയും നാള് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളും എല്ലാം തന്നെ. സോ അങ്ങനെ ജീവിതമൊക്കെ മടുത്തു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് തനിപ്പോൾ ഉള്ളത് എന്ന് പറയുമ്പോ ദാരയുടെ അമ്മ, അല്ല നീ എന്തിനാ ഇത്രയൊക്കെ ഫേസ് ചെയ്ത് ഇത്രയും നാൾ അയാളോടൊപ്പം ജീവിച്ചത്? അയാളെ ഡിവോഴ്സ് ചെയ്തിട്ട് മകനെ കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഇവരുടെ പാരന്റ്സും ഫാമിലിയും ഒക്കെ തന്നെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ഇവരുടെ ഭർത്താവിനെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരായിട്ട് എന്തെങ്കിലും ചെയ്താൽ അത് ഇവരുടെ ഫാമിലി കൂടി ബാധിക്കുന്ന കാര്യമാണ്. സോ എല്ലാവരെയും ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് താൻ തിരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോൾ അമ്മ, സന്തോഷോ എല്ലാവർക്കും ചിലപ്പോൾ സന്തോഷം കിട്ടി കാണും, പക്ഷെ നിന്റെ മകന്റെ അവസ്ഥ എന്താണെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കുട്ടിക്ക് അവരുടെ ലോകം എന്ന് പറയുന്നത് അവരുടെ പാരന്റ്സ് ആണ്. പക്ഷെ പാരന്റ്സ് രണ്ടു വഴിക്കായി കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ ലോകം തന്നെ ഇല്ലാതാകും. നിന്റെ മകനും എന്തായാലും ഒരുപാട് പേടിച്ചിട്ടുണ്ടായിരിക്കും, അനുഭവിച്ചിട്ടുണ്ടായിരിക്കും, സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടിയൊക്കെ ധൈര്യം കാണിക്കണം. നമ്മൾക്കത് ഇല്ല എങ്കിൽ പോലും അതുണ്ടെന്ന് കാണിക്കണം. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനത് മാത്രമേ ചിന്തിക്കാറുള്ളൂ എന്ന കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർക്കും അത് ഭയങ്കര ഫീൽ ആയിട്ട് മനസ്സിലാവുകയാണ്. അപ്പൊ ഇവിടെ ഹീയോന് നല്ല പനിയും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇവനും കുറച്ച് കഴിഞ്ഞ് ഇവന്റെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഇവന്റെ അച്ഛൻ ഇരിപ്പുണ്ട്. ഇയാളെ കണ്ട് ഇവൻ നല്ല രീതിയിൽ ഷോക്കാവുന്നു. ഇയാളും ഇവനോട് 20 വർഷമായില്ലേ, എല്ലാം കളഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോ ഹിയോ, നിങ്ങൾക്ക് 20 വർഷമായി കാണും, നിങ്ങൾക്ക് മറക്കാനും പറ്റും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്കെന്റെ അമ്മയുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടത്. അത് നിങ്ങൾക്ക് എന്താ സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ എനിക്കുണ്ടായിരുന്നത് ആത്മാർത്ഥ പ്രണയമാണ്, അതിനെന്താ ഇപ്പൊ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ ഹിയോ, പ്രണയോ? ഒരു സ്ത്രീയായിട്ട് അവിഹിതം വെക്കുന്നതാണോ പ്രണയം? അതാണോ പ്രണയം എന്ന് ചോദിച്ച് ഇവൻ ഭയങ്കരമായിട്ട് ഇയാളോട് ദേഷ്യപ്പെടുമ്പോ ഇയാളെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് എടുത്ത് ഇവനെ എറിയുന്നു. പക്ഷെ ഇവനൊന്നും പറ്റുന്നില്ല. എന്നാൽ ഉടനെ തന്നെ ഇവന്റെ മുന്നിലോട്ട് ഇവന്റെ ഒരു രൂപം തന്നെ വന്ന്, കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയെ അവളുടെ ഭർത്താവ് അറിയാതെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയായിട്ടാണോ നിനക്കും തോന്നുന്നത്? നീ എന്നെയാണ് കുറ്റക്കാരനാക്കുന്നത്. അപ്പോ നീ എന്താ കുറ്റക്കാരനല്ലേ? നീയും അവൾക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്ന വ്യക്തിയല്ലേ? അപ്പോ അതെന്താ അവിഹിതല്ലേ എന്നൊക്കെ തന്നെ ഇവന്റെ രൂപം ഇവനെ നോക്കി ചിരിച്ചു ചോദിക്കാണ്. പക്ഷെ അതെല്ലാം തന്നെ ഇവൻ കാണുന്ന ഒരു സ്വപ്നം മാത്രം ആയിരുന്നു. ഉടനെ തന്നെ ഇവൻ ബാത്റൂമിൽ വന്നിട്ട് ഇവൻ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ആലോചിക്കുന്നത്. ശരിയാണല്ലോ, ഇവൻ നോക്കുമ്പോ ഇവൻ ഏറെ വെറുക്കുന്ന അച്ഛൻ ചെയ്ത ആ ഒരു കാര്യം തന്നെയാണ് ഇവനും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബം തകർക്കുന്ന രീതിയിലാണല്ലോ ഇവനും ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവന്റെ അച്ഛൻ മറ്റൊരു അവിഹിതത്തിന് പോയതുകൊണ്ടാണല്ലോ ഇവരുടെ ഫാമിലി തകർന്നത്. അതുപോലെ തന്നെയാണ് ഇവനിപ്പോ ദാരിയുടെയും കാര്യത്തിൽ കാണിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് ഇവനിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദാരി അന്ന് ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് മിനിനോട് ഹിയോന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വന്ന് ചോദിക്കാണ്. ഞാൻ പോകുന്നവർക്ക് പുള്ളിക്ക് കുറച്ച് സൂപ്പും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കൊടുത്തേക്കാം, ഞാൻ കാരണല്ലേ പുള്ളിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് എന്ന് പറയുമ്പോൾ മിന്നും ഹിയോന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവൾക്ക് നൽകുകയാണ്. സോ ഇവളും ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവന്റെ ഓരോ ഫ്ലാറ്റിലേക്ക് വരുന്നു. ഹിയോ വന്ന് ഡോർ തുറന്ന് നോക്കുമ്പോൾ ഇവളാണ് മുന്നിൽ നിൽക്കുന്നത്. ഇവളെ കുറിച്ചാണല്ലോ ആലോചിച്ച് ഇവൻ ഇത്രയും വട്ടായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവളോട് നീ ഇവിടെ എന്തായി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ ദാരി, നിങ്ങൾക്ക് വയ്യാന്ന് കേട്ടു, അതുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നതാ. കുറച്ച് സൂപ്പും കാര്യങ്ങളൊക്കെ ഡിന്നർ കഴിച്ചെങ്കില് പിന്നെ എടുത്ത് കഴിച്ചാൽ മതി എന്ന് പറയുമ്പോ ഹിയോ കുറച്ച് ഹാർഷായിട്ട്, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായത്? അറ്റ്ലീസ്റ്റ് എന്റെ സ്ഥലത്തോട്ട് വരുമ്പോ അതിനെ മുൻകൂട്ടി അറിയിക്കണമെന്നെന്താ നിനക്ക് അറിയില്ലേ എന്നൊക്കെ ഭയങ്കര ഫോർമലായിട്ട് ചോദിക്കുമ്പോ ഇവളും പെട്ടെന്ന് എന്തോ പോലെയായിട്ട് ക്ഷമയും കാര്യങ്ങളൊക്കെ ചോദിക്കാണ്. ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നെന്ന് വിചാരിച്ച കോൾ ചെയ്യാതിരുന്നത്, പക്ഷെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടില്ല. ആരെങ്കിലും നിങ്ങളെ വന്ന് നോക്കിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോ ഹിയോ, നീ ഇങ്ങോട്ട് വന്നത് നിന്റെ ഹസ്ബൻഡിനെ അറിയോ? ഒരു പുരുഷൻ മൊത്തം താമസിക്കുന്ന സ്ഥലത്തേക്ക് രാത്രി കടന്നു വരുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. നീ നിന്റെ അതിര് കിടക്കാൻ ശ്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് സംസാരിക്കുമ്പോൾ ഇവൾക്കത് നല്ല ഫീൽ ആയിട്ട്, ഞാൻ ശരിക്കും നിങ്ങളെ കാണാൻ വന്നത് എനിക്ക് ഇന്ന് സാലറി ക്രെഡിറ്റ് ആയി, അതുകൊണ്ട് എഗ്രിമെന്റ് പോലെ നിങ്ങളുടെ ഈ മാസത്തെ പൈസ തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞ് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ അവിടെ വെച്ചിട്ട് ഇവനോട് ക്ഷമയും ചോദിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് അവളെ ഭയങ്കര വിഷമത്തിൽ ഇറങ്ങി പോവുകയാണ്. ഹിയോ വേണോന്ന് വിചാരിച്ച് അതൊന്നും പറഞ്ഞതല്ല, പക്ഷെ ഇവൻ ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു കാര്യം കൊണ്ടാണ് അവളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും അവൾ കൊടുത്ത സാധനങ്ങളെല്ലാം തന്നെ ഇവൻ അകത്ത് എടുത്തിട്ടുണ്ട്. ദാരിയും ഭയങ്കര വിഷമത്തിലും ഫീൽ ആയിട്ടൊക്കെയാണ് അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം നമ്മൾ പിറ്റേന്നാണ് കാണുന്നത് ഇപ്പോ ഹിയോന്റെ ഫാമിലിയും അതുപോലെ തന്നെ യാങ്ങിന്റെ ഫാമിലിയും എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. ആ ഒരു സമയത്ത് ഹിയോ എല്ലാവരോടും എനിക്ക് വിവാഹം കഴിക്കണം എന്ന് പറയുകയാണ്, അതായത് യാങ്ങിനെ. അത് കേട്ട് ഇവളും അവിടെ ഉള്ളവരും ഒക്കെ തന്നെ ഷോക്കാവുന്നു. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീട്ടിൽ കാണാം.